സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ പ്രേംലാൽ. സാർ, നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഈ തുർക്കിയെക്കുറിച്ച് നമ്മൾ കാര്യമായി ശ്രദ്ധിച്ചു തുടങ്ങിയത്. തുർക്കി ഇപ്പോൾ നമ്മുടെ ശത്രുരാജ്യ പട്ടികയിലാണ്. അപ്പോൾ തുർക്കിക്കെതിരെ ഒരു സഖ്യരൂപീകരണം ഇന്ത്യ രഹസ്യമായി നടത്തുന്നുമുണ്ട്. തുർക്കിയുടെ ശത്രു രാജ്യങ്ങൾക്കൊക്കെ ഇന്ത്യയുമായിട്ട് വലിയ ചങ്ങാത്തവുമുണ്ട്. പ്രത്യേകിച്ച് ഗ്രീസ്, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആയുധ ഇടപാടുകൾ ഇത്തരം രാജ്യങ്ങളുമായിട്ട് നടത്തുന്നു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾക്കൊക്കെ വലിയ പ്രിയം ഇത്തരം രാജ്യങ്ങൾക്കുണ്ട്. തുർക്കി വലിയ ആശങ്കയിലുമാണ് ഇക്കാര്യത്തിൽ. എന്താണ് സാർ അതിൻ്റെ വിശദാംശങ്ങൾ? ഈ കഴിഞ്ഞ ദിവസം തുർക്കിയിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ട് പ്രകാരം ഗ്രീസ് ഇന്ത്യയിൽ നിന്നും അതീവ പ്രഹരശേഷിയുള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ സൈപ്രസിനെ ഉപയോഗിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതിനു മുമ്പ്, കുറച്ചു ദിവസത്തിന് മുമ്പ് തുർക്കി മറ്റു ചില കാര്യങ്ങളിലും വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അതായത് ഇന്ത്യയുടെ ആയുധങ്ങൾ ഈ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ പലതിലും നിറയുകയാണെന്നും ഇത് പ്രദേശത്തിന്റെ സമാധാനത്തിന് ഭീഷണിയാവുകയാണെന്നും ഒക്കെ അവര് അഭിപ്രായപ്പെട്ടു. എന്താണ് തുർക്കിയെ സംബന്ധിച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു പരിഭ്രാന്തിയുടെ കാരണം? തുർക്കിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത്. തുർക്കി പ്രസിഡന്റായ എർദോഗൻ പാകിസ്ഥാനുമായിട്ട് വലിയ സൗഹൃദത്തിലാണ്. ബോസം ഫ്രണ്ട് എന്ന് ഒക്കെ ഇംഗ്ലീഷിൽ പറയുന്ന അത്ര വലിയ സൗഹൃദമാണ് അവർ തമ്മിൽ. തുർക്കിയുടെ ബൈറക്ടർ TB2 എന്ന മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് മെയിൽ ഡ്രോൺ പാകിസ്ഥാന്റെ കൈവശമുണ്ട്. അപ്പൊ ഇത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധങ്ങളിൽ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പാകിസ്ഥാന് ഈ ഡ്രോണുകൾ കൈമാറിയത്. അതായത് പാകിസ്ഥാൻ പൈസ കൊടുത്ത് തുർക്കിയുടെ കയ്യിൽ നിന്ന് ഈ ഡ്രോൺ വാങ്ങിച്ചത്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഈ ബൈറക്ടർ TB2-ന്റെ 2-3 ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടതായിട്ടാണ് വാർത്ത വന്നത്. അതിനുശേഷം ഈ ഡ്രോണുകൾ യുദ്ധത്തിൽ ഉപയോഗിക്കേണ്ട എന്ന് പാകിസ്ഥാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോ തുർക്കിയെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയായിരുന്നു. കാരണം ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്നു. ശരിക്കും ഇന്ന് ലോകത്ത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് കാറ്റഗറിയിൽപ്പെട്ട ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഡ്രോണാണ് ബൈറക്ടർ TB2. ഈ തുർക്കി പ്രസിഡന്റിന് ഇതിനകത്തിൽ ഒരു വ്യക്തിപരമായ താല്പര്യമുണ്ട്. കാരണം ഇയാളുടെ മകളുടെ ഭർത്താവാണ് ഈ ബൈറക്ടർ കമ്പനിയുടെ ഉടമസ്ഥൻ. അയാൾ നേരത്തെ അമേരിക്കയിലെ ഈ ജനറൽ ആറ്റമിക്സ്, അതായത് പ്രൊഡേറ്റർ ഡ്രോണുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ജനറൽ ആറ്റമിക്സ്, അവിടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ആ ടെക്നോളജി അവിടുന്ന് കൈവശപ്പെടുത്തി മോഷിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് ഇത് സ്വന്തമായിട്ടുണ്ടാക്കി. പക്ഷെ അത് വലിയ വിജയമായിരുന്നു ആദ്യ കാലഘട്ടത്തിലൊക്കെ. വിജയം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, അന്ന് ഇത് ഉപയോഗിച്ചിരുന്നത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ യുദ്ധത്തിലും അതുപോലെ സിറിയയിലും ഒക്കെയാണ്. കാരണം അവിടെ നിന്നും ഈ ലെയേർഡ് എയർ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. പക്ഷേ ഹൈലി കോണ്ടസ്റ്റഡ് എയർ സ്പേസ് ആയ ഇന്ത്യ, പാകിസ്ഥാൻ പോലുള്ള ഒരു സ്ഥലത്ത് വരുമ്പോൾ വളരെ വേഗത കുറവാണ് ഈ ഇത്തരം ഡ്രോണുകൾക്ക്. മണിക്കൂറിൽ ഒരു 300, 250 കിലോ 80, 280, 300, 320 കിലോമീറ്റർ വേഗത്തിലൊക്കെയാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതൊക്കെ മിസൈൽ വെച്ച് നിസ്സാരമായിട്ട് തകർക്കും ഇത് ലൊക്കേറ്റ് ചെയ്ത്. പിന്നെ ആകെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് താഴ്ന്നു പറക്കുകയും അതുപോലെ ഇത് റഡാറിന്റെ കണ്ണിൽ പെടാതിരിക്കുകയും ചെയ്യുക. കുറച്ച് സ്റ്റെൽത്ത് ക്വാളിറ്റി ഉള്ള ഡ്രോണാണ്. അതായിരുന്നു ഇതിന്റെ മെച്ചം. പക്ഷെ ഇന്ത്യ പോലൊരു രാജ്യത്തിന് നേരെ ഇത് അപ്രസക്തമാണെന്ന് ഈ യുദ്ധത്തിലൂടെ വന്നു. അതോടുകൂടി തുർക്കി ആകെ പരിഭ്രാന്തമായി. കാരണം ഈ ഡ്രോൺ വിറ്റിട്ട് വേണം എർദോഗന്റെ മരുമോന് ജീവിക്കാൻ. മാത്രമല്ല ഇപ്പൊ അവർ പുതിയൊരു ഡ്രോൺ ഇറക്കിയിട്ടുണ്ട്, ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഹെയിൽ എന്ന് പറയും, ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ്. അത് ആ കാറ്റഗറിയിൽപ്പെട്ട അക്കിൻ കീ എന്നൊരു ഡ്രോൺ ഇറക്കിയിട്ടുണ്ട്. അത് ഏതാണ്ട് 40,000 അടി ഉയരത്തിൽ പറക്കുകയും തുടർച്ചയായിട്ട് ഏതാണ്ട് 35 മണിക്കൂറിന് മേൽ അത് ആകാശത്തിൽ പറക്കുകയൊക്കെ ചെയ്യാൻ, തുടർച്ചയായിട്ട് റീഫ്യൂവലിംഗ് ഇല്ലാതെ പറക്കാനൊക്കെ പറ്റുന്ന ഒരു ഡ്രോണാണ്. ഇത് തുർക്കിയെ വല്ലാതെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ഈ ബൈറക്ടർ ഡ്രോൺ ഇവിടെ വന്നിട്ട് ഇന്ത്യ വളരെ നിസ്സാരമായിട്ട് അത് വെടിവെച്ചിട്ടത്. അതിൻ്റെ ഒരു വിഭ്രാന്തി, ഒരു ചുരുക്ക് ഈ തുർക്കിഷ് പ്രസിഡന്റിനുണ്ട്. അയാള് പാകിസ്ഥാന് വലിയ രീതിയിൽ ആയുധങ്ങളൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനും ഇപ്പം ഇത്തരം ഡ്രോണുകളിലോ തുർക്കിയുടെ ആയുധങ്ങളിലോ ഒന്നും അധികം വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഇതേ സമയം തന്നെ തുർക്കി നാറ്റോയിലെ അംഗമാണ്. പക്ഷേ നാറ്റോയിലെ തുർക്കിയോടൊപ്പമുള്ള അംഗരാജ്യങ്ങളാണ്
സൈപ്രസ്, അതുപോലെ ഗ്രീസ്. ഈ ഗ്രീസ് തുർക്കി തമ്മിൽ ഒരുപാട് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, മെഡിറ്ററേനിയൻ കടലാണ് ഇവരുടെ തീരത്തുള്ളത്. ഈ മെഡിറ്ററേനിയൻ കടലിൽ ഓഫ് ഷോർ ഡ്രില്ലിംഗ് നടക്കുന്നുണ്ട്, അവിടുന്ന് എണ്ണ ഖനനം നടക്കുന്നുണ്ട്. ഇത് ഈ ഖനനം നടക്കുന്ന പ്രദേശവും തൊട്ടടുത്ത പ്രദേശവും ഒക്കെ തുർക്കിയും ഗ്രീസും തമ്മിൽ ഇതിന്റെ അതിർത്തിയെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനെ ചൊല്ലി അവര് പരസ്പരം വലിയ യുദ്ധങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിലും ചില്ലറ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും. സാധാരണഗതിയിൽ ഒരു അല്പം മേൽക്കൈ തുർക്കിക്കാണ്. പക്ഷേ എർദോഗൻ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഗ്രീസിന്റെ കൈവശം എത്തിച്ചേരുന്ന ദിവസം അവിടെ നിലനിൽക്കുന്ന ഒരു ശാക്തിക സന്തുലിതാവസ്ഥ, പവർ ഇക്വിലിബ്രിയം തകർക്കപ്പെടുമെന്നാണ്. അങ്ങനെ വന്നാൽ ബ്രഹ്മോസ് മിസൈലിനെ തടുക്കാൻ ശേഷിയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമൊന്നും ഈ ലോകത്തിലില്ല, തുർക്കിയുടെ കയ്യിലും ഇല്ല. അപ്പോൾ തുർക്കിയുടെ കപ്പലുകൾക്ക് നേരെ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചാൽ ആ കപ്പലുകളൊക്കെ നിസ്സാരമായിട്ട് തകർന്നു. അതിന് വലിയ ബന്ധപ്പാടൊന്നുമില്ല. മാത്രമല്ല തുർക്കിക്കുള്ളിലേക്ക് ബ്രഹ്മോസ് 3 വെർഷൻ ഉണ്ട് ബ്രഹ്മോസിന്. ലാൻഡ് ടു ലാൻഡ്, ലാൻഡ് അറ്റാക്ക് മിസൈലുകൾ, അതുപോലെ ഷിപ്പ് അറ്റാക്ക് വെർഷന്, അതുപോലെ ഷിപ്പ് ലോഞ്ച്ഡ് വെർഷന്, അതുപോലെ തന്നെ എയർ ലോഞ്ച്ഡ് വെർഷനും ഉണ്ട്. വിമാനത്തിൽ നിന്നും അത് പ്രയോഗിക്കാം. അപ്പോൾ ഈ 3 തരത്തിലുള്ള മിസൈലുകളും അതിൽ 2 തരത്തിലുള്ളതെങ്കിലും, അതായത് കരയിൽ നിന്നും കരയിലേക്കും കപ്പലിൽ നിന്നും കപ്പലിലേക്കും ഒക്കെയുള്ള മിസൈലുകൾ കൈവശപ്പെടുത്തിയാൽ തന്നെ തുർക്കിക്ക് ഇന്ന് അവിടെ ഉള്ള മേൽക്കൈ നഷ്ടപ്പെടുമെന്നും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുമാണ് തുർക്കി അമേരിക്കയോട് പറയുന്നത്. അപ്പൊ അമേരിക്കയോട് എന്തിനാ പറയുന്നത്? കാരണം നാറ്റോയുടെ അംഗരാജ്യമാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നാറ്റോ ഇന്ത്യയുടെ കയ്യിൽ നിന്നും ആയുധം വാങ്ങുന്നത്, ഗ്രീസ് വാങ്ങുന്നത് നിരോധിക്കണം എന്നാണ് തുർക്കിയുടെ ആവശ്യം. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നം, ഈ സൈപ്രസ് എന്ന് പറയുന്ന ഒരു രാജ്യം, ഈ ഒരു ചെറിയ രാജ്യമാണ് ഇവിടെ. ഈ സൈപ്രസ് ഗ്രീസുമായിട്ട് വലിയ സൗഹൃദത്തിലാണ്. ഇപ്പോൾ സൈപ്രസ് പ്രസിഡന്റ് ഈ അടുത്ത സമയത്ത് ഇന്ത്യയിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിന് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് ന്യൂഡൽഹിയിൽ കിട്ടിയത്. സൈപ്രസ് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ്, ആകാശ് മിസൈല്, അതുപോലെ തന്നെ പിന്നെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ, ഇതെല്ലാം തന്നെ വാങ്ങാനായിട്ടുള്ള കരാറിൽ ഒപ്പിട്ടു. അത് പുറത്തറിയുന്നില്ല എന്നാണ് തുർക്കിയുടെ പത്രങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രീസ് സൂത്രത്തിൽ നേരിട്ട് വാങ്ങിക്കാതെ സൈപ്രസിനെ കൊണ്ട്, അതായത് നാറ്റോ സഖ്യരാജ്യം എന്നുള്ള നിലയിൽ ഉപരോധം വരുമ്പോൾ അത് സംഭവിക്കാതിരിക്കാനായിട്ട് സൈപ്രസിനെ കൊണ്ട് ഇത് വാങ്ങിക്കാനുള്ള പൈസ ഗ്രീസ് കൊടുക്കും. എന്നിട്ട് സൂത്രത്തിൽ അത് അവർ കൈക്കലാക്കും. അങ്ങനെ ഒരു രഹസ്യ ധാരണയിലാണ് സൈപ്രസും ഗ്രീസും എന്നാണ് തുർക്കിയുടെ പ്രസിഡന്റ് പേടിക്കുന്നത്. ഇത് കാരണം ഇയാൾ വല്ലാത്ത പരിഭ്രാന്തിയിലാണ്. പിന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത്, ഇന്ത്യ, ഇസ്രായേൽ, ഗ്രീസ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ ചേർന്നിട്ട് ഇപ്പോൾ ഒരു സഖ്യം രൂപപ്പെട്ടു വരികയാണ്. ഈ സഖ്യം രൂപപ്പെട്ടു വരുമ്പോഴേക്കും അവിടെയുള്ള ഈ മുസ്ലിം രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു ഭീഷണിയാകുന്നു. ഇത് പ്രത്യേകിച്ച് ഇപ്പോ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, അർമീനിയ എന്നൊരു കിഴക്കൻ യൂറോപ്യൻ രാജ്യമുണ്ട്. അവര് ക്രിസ്ത്യൻ ഭൂരിപക്ഷം പഴയ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. അവരും അസർബൈജാൻ എന്ന മുസ്ലിം രാജ്യവുമായിട്ട് സംഘർഷത്തിലായി. അസർബൈജാൻ ആയിരുന്നു മേൽക്കൈ. പക്ഷെ ഇന്ത്യ പെട്ടെന്ന് ഇന്ത്യയുടെ നിരവധി ആയുധങ്ങൾ അർമീനിയ വാങ്ങിച്ചു. അതിൽ ബ്രഹ്മോസ് അവർക്ക് ആവശ്യമില്ല, ആകാശ് മിസൈല്, പിന്നെ അതുപോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അസ്ത്ര മിസൈൽ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. അതുപോലെ ഇന്ത്യയിൽ നിന്നും ഹൊവിറ്റ്സറുകൾ, ധനുഷ് എന്ന് പറയുന്ന ഹൊവിറ്റ്സർ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ വാങ്ങിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ പിന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയത്, വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറായിട്ടുള്ള സ്വാതി എന്ന വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ വാങ്ങിച്ചു. പെട്ടെന്ന് അസർബൈജാൻ അർമീനിയെ ആക്രമിക്കുന്നത് നിർത്തി. കാരണം അസർബൈജാന് മനസ്സിലായി അവരുടെ ആയുധങ്ങൾ പിന്നെ തിരിച്ചടിക്കാനായിട്ട് അവരുടെ ആയുധ കേന്ദ്രങ്ങൾ, ആയുധത്തിന്റെ ലൊക്കേഷനിലൊക്കെ കൃത്യമായിട്ട് അർമീനിയ മനസ്സിലാക്കാൻ തുടങ്ങിയതായിട്ട്. കാരണം അവർ ചില ടെസ്റ്റ് റൗണ്ടുകൾ വെടിവെച്ചു പീരങ്കിയുണ്ട്. അത് കൃത്യമായിട്ടും
അസർബൈജാന്റെ ആയുധങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എത്തിയത്. അപ്പോൾ ഇനി യുദ്ധം ചെയ്യുന്നത് ബുദ്ധിയല്ല എന്ന് കണ്ട് അസർബൈജാൻ പിന്മാറി. അങ്ങനെ ഈ കിഴക്കൻ യൂറോപ്പില് ഇന്ത്യ ആധിപത്യം ഉറപ്പിക്കുകയാണെന്നാണ് തുർക്കി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. എന്തായാലും ശരി, ആ പ്രദേശത്തിന്റെ പിന്നെ ഒരു ശാക്തിക സമതുലിതാവസ്ഥ ഇന്ത്യയുടെ ഇടപെടൽ കൊണ്ട് മാറി മറിഞ്ഞിരിക്കുന്നു എന്നൊരു പ്രചരണമാണ് ഇപ്പോൾ തുർക്കി അഴിച്ചുവിടുന്നത്. ഇവിടെ ചരിത്രപരമായിട്ട് ചില കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ പല ആൾക്കാരും നമ്മൾ ഇന്ത്യയിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ വന്നിട്ടുള്ള വിദേശ ആക്രമണങ്ങൾ, അതായത് 10-ാം നൂറ്റാണ്ടിൽ തൊട്ട് മഹ്മൂദ് ഓഫ് ഗസ്നി, മുഹമ്മദ് ഓഫ് ഗോർ, പിന്നെ മറ്റ് സുൽത്താൻമാരുടെ ബാബർ വരെയുള്ള കാലഘട്ടത്തെ ആക്രമണകാരികൾ, നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് അറബികളാണെന്നാണ്. യഥാർത്ഥത്തിൽ അറബികളല്ല ഇന്ത്യയെ ആക്രമിച്ചത്. അറബികൾ ആദ്യം ഒരിക്കൽ ഒരു ആക്രമണം സിന്ധു തീരത്തിൽ നടത്തിയതൊഴിച്ചാൽ അവര് ഇന്ത്യയുമായിട്ട് ആക്രമണത്തിന് വന്നിട്ടില്ല. അതിന് പല ചരിത്രപരമായ കാരണങ്ങളുണ്ട്. കാരണം അറേബ്യയും ഇന്ത്യയും തമ്മിൽ ഒരുപാട് വ്യാപാര ബന്ധങ്ങൾ പഴയകാലം തൊട്ടേ നിലനിന്നിരുന്നു, പല സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ ആക്രമിച്ച മുസ്ലിങ്ങളെല്ലാം തന്നെ തുർക്കികളാണ്. ഈ ശരിക്കും മുഗൾ അവർ പോലും തുർക്കികളാണ്. പിന്നെ അതുപോലെ പല ആൾക്കാരും, അതായത് ഞാനീ പറഞ്ഞ മഹ്മൂദ് ഓഫ് ഗസ്നി, ഇവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അഫ്ഗാനികളല്ല. ഇവർ തുർക്കിയിൽ നിന്നും എത്തി അഫ്ഗാനിസ്ഥാന്റെ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്ത് അവിടെ താമസമാക്കിയവര്. അപ്പൊ തുർക്കിയും ഇന്ത്യയും തമ്മിൽ ചരിത്രപരമായി തന്നെ വലിയ സംഘർഷമുണ്ട്. തുർക്കി ഈ വിഷയങ്ങളൊക്കെ തുർക്കിക്കറിയാം. ഇന്ന് തുർക്കിക്ക് പഴയതുപോലുള്ള ഒരു ആധിപത്യമൊന്നുമില്ല. പഴയ കാലത്ത് മുസ്ലിം ലോകത്തിന്റെ ആധിപത്യം തുർക്കിക്കാണ്. കാരണം ഖലീഫായുടെ ഇരിപ്പിടമാണ്. 1920-കളിലെ തുടക്കത്തിൽ 20-ലെ അവിടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, തുർക്കി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് അവിടെ ഒരു മേൽക്കൈ കിട്ടുകയും അങ്ങനെയാണ് മുസ്തഫ കമാൽ പാഷ എന്ന വ്യക്തി പിന്നെ ഇയാളെ, അതായത് നിലവിലുള്ള സുൽത്താനെ പുറത്താക്കിക്കൊണ്ട് അധികാരം പിടിച്ചെടുത്തു. മുസ്തഫ കമാൽ പാഷയെ നമ്മളൊക്കെ കേൾക്കുക അത്ത തുർക്ക് എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. അത്ത എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നാണ് അർത്ഥം, ഒരു പിതൃസ്ഥാനീയൻ എന്നാണ്. നമ്മുടെ നാട്ടിലെ ഈ റാവുത്തർമാരൊക്കെ അവരുടെ വീടുകളിൽ അവർക്ക് തുർക്കി ബന്ധമുള്ളവരാണ്. അവരുടെ വീട്ടിൽ നമ്മൾ മലയാളത്തിലുള്ള അച്ഛൻ പോലും അത്ത എന്നുള്ള വാക്കിൽ നിന്നും ഉള്ളതാണ്. അപ്പോ ഈ തുർക്കികള് ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു സംഘർഷം, പിന്നീട് അത്താതുർക്കൊക്കെ അവിടെ അധികാരത്തിൽ വന്നപ്പോഴേക്കും അവർ ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദത്തിലായിരുന്നു. പക്ഷെ വീണ്ടും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ 1980-കളായപ്പോഴത്തേക്ക് അവിടുന്ന് തുടച്ചു നീക്കപ്പെട്ടു. വീണ്ടും ഏതാണ്ട് ഒരല്പം ഇസ്ലാമിക ആഭിമുഖ്യമുള്ള രാജ്യമായിട്ട് മാറി. എങ്കിലും പൂർണ്ണ ഒരു മത സ്വാധീനമുള്ള രാജ്യമല്ല. ജനാധിപത്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. കുറച്ച് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ. പക്ഷെ അവർക്ക് യൂറോപ്പിലെ ഒരു വലിയ ശക്തിയാവണമെന്നും മേൽക്കൈ കിട്ടണമെന്നും ഒക്കെയുള്ള സാമ്രാജ്യത്വ മോഹങ്ങളുള്ള ഒരു രാജ്യമാണ്. അവിടെ അതിന് തടസ്സമാവുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ വളരുന്ന ശക്തി തുർക്കിക്ക് ഒട്ടും ദഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ആയുധങ്ങൾ അവിടെ എത്തപ്പെട്ടാൽ ആയുധങ്ങൾ മാത്രമല്ല, ആയുധത്തിനോടൊപ്പം അത് ട്രെയിനിങ് കൊടുക്കാൻ ഇന്ത്യൻ സേനയും അവിടെ എത്തും. നേരിട്ട് യുദ്ധങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ലെങ്കിലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ, തന്ത്രപരമായ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകൾ അവിടെ ഒരുപാട് സ്വാധീനം ചെലുത്തും. അതിനനുസരിച്ച് തുർക്കിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഇന്ത്യയുടെ സ്വാധീന വലയത്തിലാണ്. തുർക്കിയുടെ ശത്രുക്കളെയൊക്കെ, പാകിസ്ഥാനോട് തുർക്കി കാണിക്കുന്ന ഈ അമിത സൗഹൃദം ഇന്ത്യക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യ തുർക്കിയെ വളഞ്ഞിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ഈ സൈപ്രസ്, ഗ്രീസ്, അതുപോലെ തന്നെ അത്ര അതിർത്തി പങ്കിടുന്ന രാജ്യം അല്ലെങ്കിൽ അർമീനിയ, ഇതെല്ലാം തന്നെ ഇന്ത്യയോടൊപ്പമാണ്. ഇവരൊക്കെ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങിച്ചാൽ ആ പ്രദേശത്ത് ഇന്ത്യയുടെ സ്വാധീനം 10 മടങ്ങ് വർദ്ധിക്കുമെന്നറിയാം. പക്ഷെ ഇപ്പൊ തുർക്കിക്കൊന്നും ചെയ്യാനില്ല. അവർ അമേരിക്കയെ പ്രകോപിപ്പിച്ച് ഈ ഇന്ത്യയുടെ നിന്ന് ആയുധം വാങ്ങിക്കാൻ ഗ്രീസിന് കഴിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതാണ് ഇപ്പോ അവിടെ നടക്കുന്ന പുതിയ ഒരു ജിയോ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ പുതിയ ഒരു ആധുനിക ഒരു യുദ്ധ അല്ലെങ്കിൽ വാർ ഡോക്ട്രിൻസ് ഒക്കെ അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ എത്രയൊക്കെ തുർക്കി ശ്രമിച്ചാലും ഗ്രീസിനെ ഇന്ത്യയും തമ്മിൽ അങ്ങനെ തെറ്റിക്കാൻ പറ്റില്ല. കാരണം മൂന്നാമതൊരു രാഷ്ട്രം ഇതിൻ്റെ ഇടയിലുണ്ട്. അമേരിക്കയിൽ ഏറ്റവും സ്വാധീനമുള്ള ഇസ്രായേല് തൽക്കാലം ഇന്ത്യയുടെ ഈ സ്വാധീനത്തെ എതിർക്കാൻ വരില്ല. കാരണം ഇസ്രായേലും ഗ്രീസും തമ്മിൽ നല്ല ബന്ധമാണ്.
ഈ ഇസ്രായേലിന്റെ ശത്രുക്കളെ പലരെ സഹായിക്കുന്നത് തുർക്കിയാണ്. ഹമാസിനും അതുപോലെ തന്നെ ഇറാനും ഒക്കെ ആയിട്ട് നല്ല ബന്ധം തുർക്കിക്കുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും അത്ര തുർക്കി വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എളുപ്പമായിട്ട് വരില്ല. എന്തായാലും ഇന്ത്യയുടെ സ്വാധീനത്തെ വെല്ലുവിളിക്കാൻ തൽക്കാലം അതിനുള്ള ശേഷി തുർക്കിക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇത് സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ സമയം അവസാനിക്കാറായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ സംഭവവികാസങ്ങൾ, കൂടുതൽ സൈനിക ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഇതിൻ്റെ വിശകലനങ്ങൾ പങ്കുവെക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി.